ദൂരെ ദൂരെ ഒരു കാട്ടിൽ ബാലു എന്നും ചന്തു എന്നും പേരുള്ള ഉറ്റ സുഹൃത്തുക്കളായ 2 മയിലുകൾ താമസിച്ചിരുന്നു. തെളിഞ്ഞ നീലാകാശത്തിൻ്റെ നിറമുള്ള തൂവലുകളായിരുന്നു ബാലുവിൻ്റേത്. മേഘങ്ങളെപ്പോലെ വെളുത്ത പതുപതുത്ത തൂവലുകളായിരുന്നു ചന്തുവിൻ്റേത്. ബാലുവും ചന്തുവും കുഞ്ഞുനാൾ മുതൽ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. 2 പേർക്കും ഓടിക്കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ചന്തു എപ്പോഴും വേഗതയിൽ മുന്നിലായിരുന്നു. പക്ഷേ ബാലുവും ഒട്ടും വിട്ടുകൊടുത്തിരുന്നില്ല. അവരുടെ ഓട്ടവും കളിയും ചിരിയും എല്ലാം കാട്ടിൽ മുഴങ്ങി. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചന്തുവിന് അല്പം വിരസത തോന്നിത്തുടങ്ങി. അവൻ ചിന്തിച്ചു, ബാലു എൻ്റെ സുഹൃത്താണ്, പക്ഷേ എനിക്ക് ഒരു വെല്ലുവിളിയാകാൻ അവൻ്റെ വേഗത പോരാ. കൂടുതൽ പരിശീലനം നേടാനായി മാസ്റ്റർ ചീറ്റ നടത്തുന്ന കായിക വിദ്യാലയത്തിൽ ചേരാൻ ചന്തു തീരുമാനിച്ചു. മാസ്റ്റർ ചീറ്റ കർക്കശക്കാരനാണ്, പക്ഷെ കാട്ടിലെ മികച്ച താരങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചവരാണ്. ചന്തു ഓടുന്നത് കണ്ടപ്പോൾ മാസ്റ്റർ ചീറ്റ പറഞ്ഞു, നിന്റെ ഓട്ടം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട്, പക്ഷെ നീ കുറച്ചൊക്കെ പരിശീലനം നേടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചന്തു മറുപടി നൽകി, ഇല്ല, ഞാൻ മുൻപ് പരിശീലിച്ചിട്ടേയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ ബാലുവിനൊപ്പം മാത്രമേ ഓടിക്കളിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ചെറുപ്പം മുതലേ കാട്ടിലെല്ലായിടത്തും ഓടിയിട്ടുണ്ട്. മാസ്റ്റർ ചീറ്റ പുഞ്ചിരിച്ചു. കുട്ടി, അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് മത്സരിച്ച് നിങ്ങളെ വെല്ലുവിളിക്കുന്ന ആരും യഥാർത്ഥത്തിൽ നിങ്ങളെ മികച്ചവനും ശക്തനുമാകാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകാർ. മാസ്റ്റർ ചീറ്റയുടെ വാക്കുകൾ ചന്തുവിനെ വളരെയധികം ചിന്തിപ്പിച്ചു. അവന് പെട്ടെന്ന് തൻ്റെ സുഹൃത്തായ ബാലുവിനെ കാണണമെന്ന് തോന്നി. അടുത്ത സ്കൂൾ അവധിക്ക് ബാലുവിനെ കാണാൻ ചന്തു കാട്ടിലേക്ക് ഓടി. പിരിഞ്ഞതിന് ശേഷം പരസ്പരം കണ്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നി. ചന്തു ബാലുവിനെ നോക്കി പറഞ്ഞു, നീ ഒരു നല്ല കൂട്ടുകാരനും വളരെ നല്ല ഓട്ടക്കാരനുമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ബാലു, നീ എന്തുകൊണ്ട് എൻ്റെ കൂടെ ചീറ്റ മാസ്റ്ററുടെ സ്കൂളിൽ ചേരുന്നില്ല? ബാലു പുഞ്ചിരിച്ചു. ഓട്ടം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട കാര്യമല്ല, അവൻ പറഞ്ഞു. എനിക്ക് നിന്നോടൊപ്പം സമയം ചെലവിടാൻ മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിനക്ക് എന്താണ് പഠിക്കാൻ ഇഷ്ടം? ചന്തു ചോദിച്ചു. നൃത്തം, ബാലു കണ്ണുകളിൽ തിളക്കത്തോടെ പ്രഖ്യാപിച്ചു. അങ്ങനെയെങ്കിൽ ഞാനായിരിക്കും നിന്റെ ഏറ്റവും മികച്ച എതിരാളി, ചന്തു പുഞ്ചിരിച്ചു. ഒരു സുഹൃത്ത് എന്ന നിലയിലുള്ള തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയെക്കുറിച്ച് ഒടുവിൽ അവന് മനസ്സിലായി. അങ്ങനെ ചന്തുവും ബാലുവും കാട്ടിൽ ഒരുമിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. ചാഞ്ഞും ചെരിഞ്ഞും ചുറ്റിത്തിരിഞ്ഞും. പ്രകൃതി മുഴുവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു.